أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى. إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير. إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, ലേന്തി ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൻ്റെ പഠനത്തിലാണ് നമ്മളുള്ളത്. കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മരണം വരെയും ജീവിക്കുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ അല്ലാഹു നമുക്കെല്ലാവർക്കും സമ്മാനിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫാത്തിറിൻ്റെ 14 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ദുആവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ പ്രവാചകനെ എതിർത്തു നിൽക്കുകയും പ്രവാചകന് ധാരാളം പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ സഹിക്കേണ്ടി വന്ന ആളുകൾ, പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട തന്നെ ആളുകൾ, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് പുറമെ മറ്റ് സൃഷ്ടികളോടും പ്രാർത്ഥനകളും അർത്ഥനകളും ആരാധനകളുമൊക്കെ നൽകുന്ന ഒരു സ്വഭാവം ഇസ്ലാമിൻ്റെ ഭാഷയിൽ കടുത്ത ശിർക്ക് നിർവഹിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റിലും കോളിലുമൊക്കെ പെട്ടാൽ അപകടം മുന്നിൽ കാണുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിക്കും, അള്ളാഹുവിനോട് സഹായം ചോദിക്കും. മുഖ്ലിസീന, വളരെ ഖിലാസോട് കൂടി അവരങ്ങനെ ചെയ്യും. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കരയിലേക്ക് വന്നാലോ അവരെന്ത് ചെയ്യും? മറ്റുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക് അവരുടെ പ്രാർത്ഥനകൾ, അർത്ഥനകൾ, സഹായം ചോദിക്കലൊക്കെ പോകും. അവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്,
ഹൗലായി ശുഫാന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത് എന്ന ന്യായീകരണമാണ് ഈ മക്കയിലെ മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവരാരും കേൾക്കുകയില്ല. നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മലക്കുകളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകട്ടെ, ആരായിരുന്നാലും അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം ചോദിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ദുആ കേൾക്കുകയില്ല. ഇനി നിങ്ങൾ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരവും ചെയ്യുകയില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഈ ശിർക്കിനെ അവർ തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുകയാണ്. തൊട്ടടുത്ത വചനത്തിൽ 15-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തുകയാണ്. വലിയ നമ്മളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തെ പഠിപ്പിക്കുകയാണ്. അന്തുമുൽ ഫുഖറാ, നിങ്ങളെല്ലാവരും ദരിദ്രരാണ്, ആശ്രയമുള്ളവരാണ് എന്നല്ലാഹു പറയാണ്. ഇലല്ലാഹ്, എവിടേക്കാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? ആരിലേക്കാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ്. അല്ലാഹു എന്നാൽ അള്ളാഹു എങ്ങനെയുള്ളവനാണ്? ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവിൻ്റെ നാമമാണ് അൽ ഗനിയ്, അൽ ഹമീദ് എന്ന് അള്ളാഹുവിൻ്റെ 2 അസ്മാഉൽ ഹുസ്ന, അവൻ്റെ ഉത്കൃഷ്ടമായ 2 നാമങ്ങളാണ്. ഒന്ന് അൽ ഗനിയ്, അള്ളാഹു പഠിപ്പിക്കണം, അവൻ ധന്യനാണ്, ഒരാശ്രയവുമില്ലാത്തവനാണ്. അതുപോലെ അൽ ഹമീദ്, സുസ്തർഹനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്ന ആ ആയത്തിൻ്റെ വാക്കർത്ഥം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഈ മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ, നിങ്ങൾ ആശ്രയക്കാരാണ്, നിങ്ങൾ ആശ്രയിക്കേണ്ടവരാണ്, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. വല്ലാഹു, അള്ളാഹു ആണെങ്കിലോ ഹുവൽ ഗനിയ്, അവൻ ധന്യനാണ്, അന്യാശ്രയനാണ്. ആരും അള്ളാഹു ആരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല, എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അൽ ഹമീദ്, അവൻ സുസ്തർഹനുമാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഈ യശ, അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അള്ളാഹു ഉദ്ദേശിച്ചാൽ യുദ്ഹിബുക്കും, യുദ്ഹിബുക്കും എന്ന് പറഞ്ഞാൽ ദഹബ എന്ന് പറഞ്ഞാൽ മാളിയായ ഫേലാണ്, ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണല്ലോ അർത്ഥം. യദ്ഹബു മുളാരിയാണ്. അതുപോലെ യുദ്ഹിബുക്കും, നിങ്ങളെ അവൻ പോക്കിക്കളയും, നശിപ്പിച്ചു കളയും, നശിപ്പിക്കും എന്നർത്ഥത്തിലാണ് അവിടെ അത് സൂചിപ്പിച്ചിട്ടുള്ളത്. വയഅതി, വരികയും ചെയ്യും, ബിഹൽക്കിൻ, പുതിയ സൃഷ്ടിയും കൊണ്ട്. ഹൽക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൽക്ക് നടത്താൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്, ഖാലിക്കാണ്. ഖാലിക്ക് സൃഷ്ടാവ്, മഖ്ലൂക്ക് സൃഷ്ടികൾ. ഖാലിക്കായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ എന്നൊരു ചർച്ച മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതൊരു മറ്റൊരു വിഷയമാണ്. ബി ഹൽക്കിൻ, അള്ളാഹു പുതിയൊരു സൃഷ്ടിയെയും കൊണ്ട് വരികയും ചെയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വമാ ദാലിക, അള്ളാഹു പറയാണ്, അതല്ലതാനും അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, ബി അസീസ്, ഒരു പ്രയാസകരമായ കാര്യമല്ല അള്ളാഹുവിനെ അങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഈ 2-3 ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഏ മനുഷ്യരെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആശ്രയമുള്ളവരാണ്. നിങ്ങൾ, അള്ളാഹു ആകട്ടെ ആരെയും ആശ്രയിക്കാത്തവനും ധന്യനുമാണ്, സുസ്തർഹനുമാകുന്നു. അവൻ വേണമെന്നുദ്ദേശിക്കുന്ന പക്ഷം, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ നിങ്ങളെയൊക്കെ ഈ സമൂഹത്തെ മുഴുവനും പോക്കിക്കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരു സൃഷ്ടിയെ ഇവിടെ കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ മേൽ അതൊരു പ്രയാസപ്പെട്ട കാര്യമേ അല്ല എന്നാണ് അള്ളാഹു ഈ 3 ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യം, അള്ളാഹു വിശദീകരിക്കുന്ന വിഷയം, മനുഷ്യർ ഫുഖറാക്കളാണ്, പരമദരിദ്രരാണ് എല്ലാ നിലക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ എന്ന് പറഞ്ഞാൽ, ഫക്കീർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി, സാധാരണ നമ്മൾ ഫക്കീർ എന്ന് പറയുന്നത് ദരിദ്രർക്കാണ്, സ്വന്തമായി കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തവർ, അവർക്കാണ് ഫക്കീർ എന്ന് പറയുക. മറ്റുള്ളവരെ ജീവിതത്തിൽ സ്വന്തമായ കാര്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്.
അല്ലേ? ഇത് പല സാഹചര്യത്തിൽ നമുക്കറിയാം. ലോകത്ത് ഒരു സൃഷ്ടികൾക്കും സ്വന്തമായി അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഒരാൾക്കും നിലനിൽക്കുന്നത്. മലക്കുകൾക്ക് പോലും അങ്ങനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വെറും ഇബാദുകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ് എന്ന നിലക്ക് പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. മലക്കുകൾക്ക് പോലും സ്വന്തമായി അവരുടെ ഇച്ഛപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയില്ല. ലാ യതകല്ലമൂന ഇല്ലാ അതിന ലഹുർ റഹ്മ, അള്ളാഹു റഹ്മാനായ റബ്ബിൻ്റെ അനുമതി കൂടാതെ ഒരാൾക്കും ഒരു അക്ഷരം പോലും ഉരിയാടാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എല്ലാം റബ്ബിൻ്റെ തീരുമാനം അനുസരിച്ച് എല്ലാവരും മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നതായി നമുക്ക് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ഒരു സാഹചര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, എനിക്ക് അനുമതി കിട്ടിയ ഏരിയ ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ സാധ്യമല്ല എന്ന് ആകാശലോകത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എല്ലാ നിലക്കും. നമ്മൾ ഫക്കീറുകളാണ് ഒരു നിലക്ക്. ഇനി സമ്പത്തുള്ള ഒരാളാണെങ്കിലും അയാളൊരു യാത്ര പോകുമ്പോൾ അയാൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അയാളെയും ഫക്കീർ എന്ന് ആ നിലക്ക് പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഖനിയായിട്ടുള്ളവൻ അത് അള്ളാഹുവാണ്. അൽ ഖനി എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അടുത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല, ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങേണ്ടതില്ല, എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിൻ്റെയും അത്ര വലിയ ആഴത്തിൽ അതിൻ്റെ ധന്യതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നത്. അൽ ഹമീദ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും സ്തുതിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ലോകത്ത് ഇനി ആരും അള്ളാഹുവിനെ സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സ്ഥാനങ്ങൾക്കോ മഹത്വങ്ങൾക്കോ ഒരു കുറവും വരുന്നില്ല. അത്രമേൽ ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യരുടെ ദുർബലാവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്ക് എല്ലാം കഴിയും, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ പലതും നേടിയെടുത്തത് എന്നൊക്കെ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഒരടിമയ്ക്ക് ചേർന്നതല്ല. അള്ളാഹുവിൻ്റെ അടിമകൾ അവൾ വളരെ വിനയാന്വിതനാണ്, അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കേണ്ടവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിനെതിരായി നിന്നാലും ഇനി എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നവരായാലും അള്ളാഹുവിൻ്റെ സ്ഥാനങ്ങൾക്കോ മഹത്വങ്ങൾക്കോ ഒരു കുറവും സംഭവിക്കുന്നില്ല. എല്ലാ നിലക്കും ഉന്നതനാണ്. അൽ ഖനി അൽ ഹമീദ്, അങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് നിങ്ങളെല്ലാവരും മടങ്ങേണ്ടവരാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതാണ് വമാ ദാലിക അലല്ലാഹി ബി അസീസ്, അള്ളാഹുവിന് ഒരു കാര്യവും അസീസ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. ഒരാൾക്കും തകർക്കാൻ സാധിക്കാത്ത ശക്തി അല്ലേ എന്ന അർത്ഥത്തിലാണ് അവിടെയും അത് അവിടെ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ദുർബലതയും നമ്മൾ എത്ര ലഈഫാണ്, എത്ര ദുർബലരാണ് എന്ന് മനസ്സിലാക്കുകയും എല്ലാത്തിലും ഉന്നതനായ അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം. ആർക്കും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ഇനി എല്ലാവരും നന്നായാലും ഞാനിനി മോശമായാലും അള്ളാഹുവിൻ്റെ സ്ഥാനങ്ങൾക്ക് ഒന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് പകരം മറ്റൊരു വിഭാഗത്തെ അള്ളാഹുവിനെ കൊണ്ടുവരാനും കഴിയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മഹാനായ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് നബിയുടെ പുറകിലായി വാഹനപ്പുറത്ത് പോകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിലൂടെ വലിയ ഒരു പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ ഇഹ്ഫദുല്ലാഹ യഹ്ഫദുക ഇഹ്ഫദുല്ലാഹ തജിദുഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക വലൗ ഇജ്തമഉ അലാ അയദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക റുഫിഅത്തുൽ അഖ്ലാമു വജഫത്തുസ് സുഹുഫു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളാണ്.
പ്രിയപ്പെട്ട ആ കുട്ടിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയുകയാണ്, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഏതൊക്കെയാണ് ആ വാക്യങ്ങൾ എന്ന് പറയുന്നത്? നീ അള്ളാഹുവിനെ അള്ളാഹുവിനെ നീ സൂക്ഷിച്ചു കൊള്ളുക. എപ്പോഴും നീ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അവനെ നിന്റെ മുന്നിൽ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വല്ല സഹായാഭ്യർത്ഥനയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിനോട് സഹായാഭ്യർത്ഥന ചെയ്യുക. നീ അറിഞ്ഞേക്കുക, നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി നിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഈ സമുദായത്തിലുള്ള ആളുകൾ മുഴുവനും ഒന്നിച്ചു ചേർന്നാൽ പോലും, മലക്കുകളും ജിന്നുകളും എല്ലാം ഒന്നിച്ചാൽ പോലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിനക്ക് ചെയ്യാൻ സാധ്യമല്ല. നിന്നെ ഉപദ്രവിക്കണമെന്ന് അവർ തീരുമാനിച്ചാലും, അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കെതിരെ തിരിഞ്ഞാലും അള്ളാഹു തീരുമാനിക്കാത്ത ഒരു കാര്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും അവർക്ക് സാധ്യവുമല്ല എന്ന് അള്ളാഹു ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹു ഈ സമൂഹത്തെ മുഴുവനും അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞ മറ്റൊരു സമുദായത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ശിർക്കും ദൈവനിഷേധവും പുലർത്തിപ്പോരുന്ന മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ച് പകരം തികച്ചും അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിമായ മുഅ്മിനായ ആളുകളെ അള്ളാഹുവിന് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയല്ല. റബ്ബിൻ്റെ തീരുമാനം ഇപ്രകാരമാണ്. അള്ളാഹു ഒരു പരീക്ഷണാലയമായിട്ടാണ് ദുനിയാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചില ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കും, ചില ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കും. പരലോകത്ത് വരുമ്പോഴാണ് അള്ളാഹു അതിൻ്റെ കൃത്യമായ വിധിതീർപ്പ് നടപ്പിലാക്കുകയും അവർക്കുള്ള രക്ഷാശിക്ഷകൾ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വലാ തസിറു, ഒരാളും കുറ്റം വഹിക്കുകയില്ല, വാസിറത്തുൻ, ഒരു കുറ്റക്കാരിയായ ഒരു ദേഹവും ഒരു ആത്മാവുമില്ല, ബിസ്റ ഉഖ്റ, മറ്റൊന്നിൻ്റെ കുറ്റം, വഇൻദദ, വിളിച്ചാൽ ക്ഷണിച്ചാൽ, മുസ്തലത്തുൻ, ഒരു ഭാരം പിടിക്കപ്പെട്ട ദേഹം, ഇലാഹിംലിഹ, അതിൻ്റെ ചുമടെടുക്കാൻ വേണ്ടി, ലാ യുഹ്മൽ, വഹിക്കം ഏറ്റെടുക്കുകയില്ല, മിൻഹു ഷൈഉൻ, അതിൽ നിന്ന് യാതൊന്നും, വലൗ ഖാന, അവനായിരുന്നാലും, ദാ ഖുർബ, അടുത്ത ബന്ധമുള്ളവനായിരുന്നാലും, ഇന്നമാ തുൻദിർ, നീ താക്കീത് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ, അല്ലദീന യഖ്ശൗന, ഭയപ്പെടുന്നവരെ മാത്രം, റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ, ബിൽ ഗൈബി, അദൃശ്യ നിലയിൽ, അള്ളാഹുവിനെ കാണാതെ തന്നെ, വഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുകയും ചെയ്തുവന്നവർ, ഒമൻ തസക്കാ, ആരെങ്കിലും പരിശുദ്ധി പ്രാപിച്ചാൽ, ആത്മശുദ്ധി നേടിയാൽ, ഫഇന്നമാ യതസക്കാ, എന്നാൽ അവൻ നിശ്ചയമായും പരിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു, ലിനഫ്സിഹി, തനിക്ക് വേണ്ടി തന്നെ, വഇലല്ലാഹി, അള്ളാഹുവിലേക്കാണ് അൽ മസീർ, അവൻ്റെ മടക്കം, അവൻ തിരിച്ചു ചെല്ലുന്നത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലൂടെ 18-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു പറയുന്നത്, കുറ്റം വഹിക്കുന്ന ഒരു ദേഹവുമില്ല, മറ്റൊന്നിൻ്റെ കുറ്റം വഹിക്കുകയില്ല. ഭാരം പിടിപെട്ട ഒരു ദേഹം അതിൻ്റെ ചുമടെടുക്കുന്നതിന് മറ്റൊരാളെ വിളിക്കുന്ന പക്ഷം അതിൽ നിന്ന് യാതൊന്നും തന്നെ വഹിക്കപ്പെടുന്നതുമല്ല. അത് എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ശരി, നിങ്ങൾ തങ്ങളുടെ റബ്ബിനെ നേരിൽ കാണാതെ തന്നെ അദൃശ്യമായ നിലയിൽ, അബോധികമായ നിലയിൽ ഭയപ്പെടുകയും നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ചെയ്യുന്നവരെ മാത്രമേ നീ താക്കീത് ചെയ്യേണ്ടതുള്ളൂ. ആര് ആത്മപരിശുദ്ധി പ്രാപിക്കുന്നുവോ അവൻ തനിക്ക് ഗുണത്തിന് വേണ്ടി തന്നെ പരിശുദ്ധി അടയുന്നു. അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ അള്ളാഹു വലിയ ഒരു തത്വം വിശ്വാസികളെ ഉണർത്തുകയാണ്. ഒരാൾ മറ്റൊരാളുടെ പാപത്തിൻ്റെ തെറ്റുകളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ല. അത് പിതാവാണെങ്കിലും മാതാവാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലുമൊക്കെ അവരുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലങ്ങളാണെങ്കിൽ മാത്രം ഏറ്റെടുക്കേണ്ടി വരും, എന്നതല്ലാതെ ഏറ്റെടുക്കേണ്ടി വരികയില്ല എന്നുകൂടി അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അവരവരുടെ പാപങ്ങൾ മാത്രമാണ് പരലോകത്ത് ഏറ്റെടുക്കുക. എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്തു എന്ന് പറയുന്ന വിശ്വാസങ്ങൾ ചില മതവിശ്വാസങ്ങളിലൊക്കെ ചില ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതൊക്കെ തെറ്റായ ധാരണകളാണ്. അവരവർ ചെയ്തതിൻ്റെ തന്നെ ഉത്തരം പരലോകത്ത് പറയേണ്ടി വരും. ഇത് പറയാൻ അള്ളാഹു ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, അക്കീദ മുശ്രിക്കുകൾ അവിടെ അവരുടെ നേതാക്കന്മാർ അവിടെ അനുയായികളെ പിടിച്ച് അവരുടെ കൂട്ടത്തിൽ നിർത്താനുണ്ടാക്കിയ ചില ന്യായങ്ങളുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലേക്ക് പോകരുതെന്നും, ഞങ്ങൾ പറയുന്നതിലേക്ക് നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഈ മുഹമ്മദ് നബി പറയുന്നത് പോലെ ഉണ്ടായാൽ ഞങ്ങൾ പരലോകത്ത് ഞങ്ങളത് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരെ വഞ്ചിക്കാൻ ശ്രമിച്ച ചില ശ്രമങ്ങളെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് അതിനെ വിമർശിക്കുക കൂടി ചെയ്യുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരുടെയും തെറ്റുകൾ, ആരുടെയും ഗുണം മറ്റൊരാളെ ഏറ്റെടുക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് നമുക്ക് കാണാം. നാളെ പരലോകത്ത് വരുമ്പോൾ ഇല്ലേ, എൻ്റെ തെറ്റുകൾ മറ്റുള്ളവരെ എല്ലാവരെയും പിടിച്ച് നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെ സ്വർഗത്തിലേക്ക് വിട്ടാൽ മതി എന്ന് സ്വന്തം നെഫ്സി എന്ന് ഖേദിക്കുന്ന ഭീതിതമായ ഭയാനകമായ ഒരു അവസ്ഥാവിശേഷം പരലോകത്തുണ്ടാകുമെന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അബസയുടെ അവസാന ഭാഗത്ത് വസാഹിബത്തിഹി വഅഖി വഉമ്മിഹി വഅബി വസാഹിബത്തിഹി വബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅനി യുഗ്നി വജൂഹു യൗമൈദിൻ മുസ്ഫിറ എന്നൊക്കെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ വാപ്പാനെയും ഉമ്മാനെയും സഹോദരങ്ങളെയും ഒക്കെ തെള്ളിപ്പറഞ്ഞ് സ്വന്തം കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു പരലോക ജീവിതത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ സ്വന്തം കാര്യമാണ്, സ്വന്തത്തിൽ എന്ത് ചെയ്തോ അതാണ് അവിടെ ഉണ്ടാവുക. ഇനി ഒരാൾ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ കദ്ദമു ആസാറഹും, അതിൻ്റെ അനന്തരഫലങ്ങൾ ആരെങ്കിലും ചെയ്താൽ, നമ്മളൊരു നന്മ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതാരെങ്കിലും ചെയ്താൽ അതവർക്ക് കിട്ടും. നമ്മളൊരു തിന്മയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ആ തിന്മയ്ക്ക് പ്രചോദനം ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇവരും ഏറ്റെടുക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ശിക്ഷകൾ ഉണ്ടാകും എന്നതല്ലാതെ മറ്റൊരാളുടെ പാപഭാരം വേറൊരാളെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇസ്ലാമിലില്ല എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിന് വലാതസിറു ആഖിറത്തും ഇസ്റൗഹറ എന്നൊരായത്ത് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് കാണാൻ സാധിക്കും. അവരവരുടെ പാപഭാരം അവരവർ തന്നെയാണ് വഹിക്കേണ്ടി വരിക എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മരിച്ച സ്ഥലത്ത് ഖുർആൻ ഓതുന്നതിനെ വിമർശിക്കുന്നതായി കാണാൻ സാധിക്കും. അത്തരം ബിദഅത്തുകൾ പ്രവാചക സുന്നത്തിൽ ഇല്ലാത്തതാണ്. അല്ലെ, ഒരാൾ മരിച്ചാൽ വേറെ കുറേ ആളുകൾ കൂടിയിരുന്ന് ഖുർആൻ ഓതിയാൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറയുന്നത് ഈ ആയത്തിനെതിരാണ് എന്ന് വിശദീകരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. അതുകൊണ്ട് റബ്ബിനെ, അള്ളാഹുവിനെ നേരിട്ട് കാണാതെ അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക്, ഗൈബിയായ നിലക്ക് ഭയപ്പെടുകയും അതിനനുസരിച്ച് ധാർമ്മികമായ ജീവിതം നയിക്കുകയും അനുസരണയുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ, വഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമസ്കാരം ഇങ്ങനെ പൂർത്തീകരിച്ചു പോവുക എന്നതിൻ്റെ അപ്പുറത്ത് ജീവിതം മുഴുവൻ നമസ്കാരമാവുക എന്നതാണ്. അങ്ങനെയുള്ളവൻ എല്ലാ ഫഹ്ശായിൽ നിന്നും മുൻകറുകളിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ട് ശുദ്ധി പ്രാപിക്കുന്നവർ വൻ തസക്ക ഫഇന്നമായ തസക്ക, അത് അവനവന് തന്നെയാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരിക്കുന്നത്. വഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിലേക്കാണ് എല്ലാവരും മടക്കപ്പെടുന്നത് എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മളെ ഉണർത്തുകയും ചെയ്യുകയാണ്. തൊട്ടടുത്ത വചനത്തിലൂടെ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു തീർത്തും വിപരീതമായ 2 കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അത് എപ്രകാരം വിപരീതമായി നിൽക്കുന്നു അതുപോലെ ഒരു യാഥാർത്ഥ്യത്തെ വിശ്വാസികളെ പഠിപ്പിക്കുക കൂടിയാണ് തൊട്ടടുത്ത വചനങ്ങളിൽ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യസ്തവിൽ അഅമ വൽ ബസീർ, വമാ യസ്തവി സമമാവുകയില്ല, തുല്യമാവുകയില്ല, അൽ അഅമ അന്ധൻ. ഒന്നാമതായി അള്ളാഹു ഉദാഹരിക്കുന്നത് അൽ അഅമ കാഴ്ചയില്ലാത്തവൻ, അന്ധനായ വ്യക്തി, വൽ ബസീർ അതുപോലെ തന്നെ കാഴ്ചയുള്ളവനും. ഇത് രണ്ടും സമമാവുകയില്ല. അന്ധനും കാഴ്ചയുള്ളവനും സമമാവാത്തതുപോലെ വലവുലുമാത്തി, എന്നിട്ട് അള്ളാഹു പറയാണ് അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ, ഒലുമാത്തുകൾ, അതും വലന്നൂർ പ്രകാശവും സമമാവാത്തതുപോലെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ളില്ല് തണലില്ല, വലൽ ഹറൂർ അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റുമില്ല, ഇത് രണ്ടും സമമാവുകയില്ല എന്നതുപോലെ. തണുപ്പും ചൂടും സമമാവുകയില്ല എന്നതുപോലെ ഇരുട്ടും വെളിച്ചവും അന്ധനും കാഴ്ചയുള്ളവനും ഇതൊക്കെ സമമാകാത്തതുപോലെ. ഒമായസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും അവരും സമമാവുകയില്ല. അൽ അഹ്യാ ജീവിച്ചിരിക്കുന്നവർ, അലൽ അംവാത്ത് മരണപ്പെട്ട ആളുകൾ. ഇന്നല്ലാഹു, തീർച്ചയായും അള്ളാഹു യുസ്മിഉ കേൾപ്പിക്കുന്നു, മയ്യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ. ഒമാ അന്ത നീ അല്ല, ബിമുസ്മിഇൻ കേൾപ്പിക്കുന്നവനല്ല, മൻഫിൽ ഖുബൂർ ഖബറിലുള്ളവരെ. ഇൻ അന്ത നീയല്ല, ഇല്ലാ നദീർ ഒരു താക്കീകാരനല്ലാതെ മറ്റാരുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്ന മുഴുവനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവനും അന്ധനും സമമാകാത്തതുപോലെ, ഇരുട്ടും വെളിച്ചവും എതിരായി നിൽക്കുന്നത് പോലെ, തണലും ചൂടും ഒക്കെ എതിരാകുന്നത് പോലെ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവരും എതിരുന്നത് പോലെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എതിരാകുന്നത് പോലെ, സത്യവിശ്വാസികളും സത്യനിഷേധികളും അവരും തീർത്തും രണ്ടും 2 ദിശയിലാണ്, രണ്ടും ഒരിക്കലും സമമാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലവും സ്ഥാനവും അവർക്കുള്ള പദവിയും അള്ളാഹു നൽകുന്നുണ്ട്. അതൊരിക്കലും സമമല്ല. എല്ലാവരും സമമാണ് അല്ലേ? ഈ ലോകത്ത് നമ്മൾ കാണുമ്പോൾ ഒക്കെ ഒരുപോലെ ആണെങ്കിലും അല്ലേ, യഥാർത്ഥത്തിൽ അവർക്ക് അതിൻ്റെതായ ഇസ്സത്ത് അള്ളാഹു നൽകും എന്നതാണ്. സത്യനിഷേധികൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തെ നിഷേധിക്കുന്നവർ, അവരും ഒരിക്കലും സമമാവുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉദാഹരണം കൂടി വിശദീകരിക്കുന്നത്, ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, മരിച്ചവർ കേൾക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടി അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ? മരിച്ചവർ കേൾക്കും, അവരോട് നമ്മൾ സഹായം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയകൾ അവർ കേൾക്കുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുമെന്ന് പോലും പറയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് അത്തരം വിശ്വാസങ്ങൾ കെട്ടിപ്പടുത്ത് അതിൻ്റെ പേരിൽ ആ വിശ്വാസത്തിൽ, ആ അഖീദയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ഇത് തീർത്തും ഇസ്ലാമിക അഖീദയ്ക്ക് എതിരായ കാര്യമാണ്, ഇസ്ലാമിക വിശ്വാസത്തിന് വിപരീതമായ കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അല്ലാതെ ഒരാളും കേൾക്കുകയില്ല. അള്ളാഹു ഇനി മരിച്ചവരെ കേൾപ്പിച്ചാലല്ലാതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേൾക്കുമെന്നല്ലാതെ മരിച്ചവരൊരിക്കലും കേൾക്കുകയില്ല. പിന്നല്ലേ അവർ സഹായിക്കുന്നത്? അത്തരം സംഭവം, അത്തരം ഒരു സബബ് അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുമില്ല എന്നതാണ്. അതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ യാതൊരു തെളിവുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു ആയത്തിലൂടെ അതാണ് വിശദീകരിച്ചത്. എന്നിട്ട് തൊട്ടടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നത്, ഇന്നാ അർസൽനാക ബിൽ ഹക്കി ബശീറൻ വനദീറ. ഇന്നാ അർസൽനാക, നിശ്ചയമായും നാം നിന്നെ അയച്ചിരിക്കുന്നു, ബിൽ ഹക്കി, യാഥാർത്ഥ്യത്തോടു കൂടി, ബഷീറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും, വനദീറ, താക്കീതുകാരനായിട്ടും. വഇമ്മിൻ ഉമ്മത്തിൻ, ഒരു സമുദായവും തന്നെ ഇല്ല, ഇല്ല ഖല, കഴിഞ്ഞു പോകാതെ, ഫിഹ, അതിൽ നദീർ, ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവും ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. യുക്കദ്ദിബൂക ഫഖദ് കദബ, അള്ളാഹു പറയാണ്, അവർ നിന്നെ കളവാക്കുകയാണെങ്കിൽ, ഫഖദ് കദബ, എന്നാൽ കളവാക്കിയിട്ടുണ്ട്, നീ മനസ്സിലാക്കുക, അല്ലദീന മിൻ ഖബലിഹിം, ഇവരുടെ മുമ്പുള്ള സമുദായങ്ങൾ, ജാഅത്തുഹും, അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ, റസൂലുകൾ, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകൾ കൊണ്ട്, ബിസുബരി, ഏടുകൾ കൊണ്ട്, വബിൽ കിതാബി, വേദഗ്രന്ഥം കൊണ്ടും, അൽ മുനീർ, പ്രകാശം നൽകപ്പെടുന്ന അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളുമായി വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മുമ്പും കളവാക്കിയ ഒരുപാട് സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സുമ്മ അഖദത്തു, പിന്നെ ഞാൻ അവരെ പിടിച്ചു. അള്ളാഹു പറയാണ്, അല്ലദീന കഫറു, അവിശ്വസിച്ച അത്തരം ആളുകളെ, പ്രവാചകന്മാരെ കളവാക്കിയവരെ, ഫകൈഫ കാന, അപ്പോൾ എങ്ങനെയായി, നക്കീർ, എൻ്റെ പ്രതിഷേധം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ സമൂഹങ്ങളിലെ ചില സംഭവങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഈ ഉമ്മത്തിന് തൗഹീദി പ്രബോധനത്തിൽ അല്ലെങ്കിൽ പ്രവാചക പ്രബോധനത്തിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി മാത്രമുള്ള ചില മുൻ സമൂഹങ്ങളിലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, മനസ്സിലാക്കി തന്നിട്ടില്ല. അത് മൊത്തത്തിൽ മനസ്സിലാക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകളാണ് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കുക. അതിൽ ചില പ്രവാചകന്മാരുടെ ചരിത്രവും ആ സമൂഹങ്ങളിൽ അവർ നിഷേധിച്ച നിഷേധവും അവർ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചതും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിലൂടെ ചരിത്രങ്ങളായി നമുക്ക് താക്കീതുകളായി കാണാൻ സാധിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സമൂഹവും അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കപ്പെടാതെ, പ്രബോധനം നൽകാതെ, ഒരു താക്കീതുകാരൻ വരാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊക്കെ വന്നത് വ്യക്തമായ അൽ ബയ്യിനാത്ത്, ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്ന യുക്തി ന്യായങ്ങളും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ഉൾപ്പെടുന്നതിനാണ് അൽ ബയ്യിനാത്ത് എന്ന് പറയുക. സുബർ എന്ന് പറഞ്ഞാൽ ഏടുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്കും ദാവൂദ് നബിക്കുമൊക്കെ നൽകപ്പെട്ട ഏടുകളെയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, കിതാബ് മുനീർ എന്ന് പറഞ്ഞാൽ പ്രകാശം നൽകുന്ന വേദഗ്രന്ഥം, തൗറാത്ത്, ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.